إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ഏറെ സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, അല്ലാഹുവിൻ്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളുമൊക്കെ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി മാറണമെന്ന് എന്നോടും നിങ്ങളോടുമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മുടെ ഇസ്ലാമിക ജീവിതം ആനന്ദകരമാകാനും സുഖകരമാവാനും നമ്മുടെ ഓരോ ദിവസത്തെയും നമ്മുടെ വിചാരങ്ങളും നമ്മുടെ കർമ്മങ്ങളും നമ്മുടെ ശീലങ്ങളുമൊക്കെ വളരെ ബോധപൂർവവും ഇസ്ലാമികവും ആകേണ്ടതുണ്ട് എന്നതിൽ സംശയമില്ല. പലരും പല നിലക്കുള്ള ജീവിതമാണ് ഓരോ ദിവസവും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും പഠിപ്പിച്ച ജീവിതത്തിൻ്റെ ഒരു ഇസ്ലാമീയത്തുണ്ട്. അത് മുറുകെ പിടിക്കുമ്പോഴാണ് നമുക്ക് സങ്കടങ്ങളില്ലാതെ, വിഷമങ്ങളില്ലാതെ, അല്ലെങ്കിൽ ചെയ്തു പോയ പ്രവർത്തനങ്ങളിൽ ഖേദമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയുക. നമ്മുടെ ഇബാദത്തുകളിൽ, നമ്മുടെ ആദാത്തുകളിൽ, നമ്മുടെ മുആമലാത്തുകളിലൊക്കെ നമ്മൾ എണീക്കുന്നത് മുതൽ കിടക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ ഇസ്ലാമികമാകുമ്പോൾ നമുക്ക് ജീവിതത്തെ സുഖകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങളിൽ നമുക്ക് ഒരു തരം ആനന്ദം കിട്ടും. മാനസികമായ ഒരു ഉണർവും ഒരു മധുരവുമൊക്കെ നമുക്ക് ദീനിൻ്റെ പേരിൽ അനുഭവിക്കാൻ കഴിയുമെന്നതാണ്. പതിവ് പോലെ എല്ലാ ദിവസവും നേരം വെളുത്ത് നമ്മൾ എണീക്കുന്നു. നമ്മൾ ഉണരുമ്പോൾ, ഉണർന്നിങ്ങനെ എണീക്കുന്ന സമയത്ത് നമ്മൾ എന്തിനെ പറ്റിയാണ് ആലോചിക്കുന്നത്? അന്നത്തെ എന്തെങ്കിലും ചെയ്തു തീർക്കാനുള്ള എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടാവും. തലേന്ന് കിടക്കുമ്പോഴും നമ്മൾ അതൊക്കെ മനസ്സിൽ ആലോചിച്ചാവും കിടന്നിട്ടുണ്ടാവുക. ഉണർന്ന് എണീക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ആലോചന എന്ന് പറയുന്നത് നമ്മുടെ ആയുസ് തിരികെ കിട്ടി എന്നതാണ്. നമുക്ക് അല്ലാഹു തആല നമ്മുടെ റൂഹിനെ തിരിച്ചു തന്നിരിക്കുന്നു എന്നതാണ്.
എന്തിനാണ് അള്ളാഹു നമുക്ക് റൂഹ് തിരിച്ചു തന്നത് എന്നതിനെ കുറിച്ചുള്ള ആലോചനയാണ്. അതുപോലെ തന്നെ നമ്മുടെ അപ്പുറവും ഇപ്പുറവും ഒക്കെ കിടന്നവർ നമ്മളെപ്പോലെ തന്നെ ഉണർന്നെണീറ്റിരിക്കുന്നു എന്ന ഒരു സന്തോഷമാണ്. ആ സന്തോഷം കെട്ടുപോകുന്ന സന്ദർഭങ്ങൾ നമ്മൾ ആലോചിച്ച് നോക്കൂ. നമ്മുടെ തന്നെ റൂഹ് തിരിച്ചു കിട്ടാതിരിക്കുന്ന സന്ദർഭങ്ങൾ നമ്മൾ ആലോചിച്ച് നോക്കൂ. നമ്മുടെ കൂടെ കിടന്നുറങ്ങിയവർ രാവിലെ എണീക്കാൻ നമ്മളോടൊപ്പം സാധിക്കാതെ വരുന്നൊരു സാഹചര്യത്തെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. യഥാർത്ഥത്തിൽ നമ്മൾ എണീക്കുമ്പോൾ ഇതൊക്കെ വളരെ പൂർവാധികം ശക്തിയോടെ ഇന്നലെ കിടന്നതിനേക്കാൾ ഉഷാറായി നമുക്ക് എണീക്കാൻ പറ്റുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നൊരു സന്തോഷമുണ്ട്, ഒരു ആലോചനയുണ്ട്. അൽഹംദുലില്ലാ എന്ന് നമ്മൾ പറഞ്ഞ് എണീക്കുന്നത് അതുകൊണ്ടാണ്. അല്ലാഹുവേ, നിനക്ക് സർവസ്തുതിയും. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി ബഅദമാ അമാതനി വഇലൈഹി നുശൂർ. പടച്ചോനെ, ഇന്നലെ മരണത്തിലേക്ക് വീണുപോയ മനുഷ്യനാണ് ഞാൻ. മരണം പോലെ തന്നെ ഉറക്കത്തെ അങ്ങനെ സ്വീകരിച്ചവനാണ് ഞാൻ. ഇന്ന് എന്റെ റൂഹ് തിരിച്ചു തന്ന് ഞാൻ വീണ്ടും ഇതാ വളരെ ആരോഗ്യത്തോടു കൂടി എണീറ്റിരിക്കുന്നു. അൽഹംദുലില്ലാ എന്ന് പറയാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് ഒരുപാട് സന്തോഷങ്ങൾ നമ്മുടെ മുമ്പിലുള്ളത് കൊണ്ടാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റൊരു പ്രാർത്ഥന പഠിപ്പിക്കുന്നുണ്ടല്ലോ, അൽഹംദുലില്ലാഹില്ലദീ ആഫാനി ഫീ ജസദി. അല്ലാഹുവേ, നിനക്ക് സർവസ്തുതിയും. എന്തിനാണ് സ്തുതി? എന്റെ ശരീരത്തിനൊരു കുഴപ്പമില്ല, ആഫിയത്തുണ്ട്. എന്റെ കൈകാലുകൾ തളർന്നു പോയിട്ടില്ല. ഞാൻ എണീറ്റപ്പോൾ വളരെ സുഖകരമായി തന്നെ എണീക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. എന്റെ ശരീരത്തിന് ആഫിയത്ത് തന്നതിന് പടച്ചോനെ നിനക്ക് സ്തുതി. റൂഹി, എനിക്ക് റബ്ബേ റൂഹ് തിരിച്ചു തന്നതിന് നിനക്ക് സ്തുതി. വഅദിനലി ബിദിക്രിഹി, എനിക്ക് നിന്നെ ഓർക്കാൻ, നിന്നെ സ്മരിക്കാൻ കഴിയുന്നുണ്ടല്ലോ റബ്ബേ, ഇതിനൊക്കെ നിനക്ക് സ്തുതി എന്നത് നമ്മുടെ ഓർമ്മയിലേക്ക് വരിക എന്നുള്ളതാണ്. ഇന്നും നമ്മൾ എണീറ്റു രാവിലെ സാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. തിരക്ക് പിടിച്ച് നമ്മൾ എണീറ്റോടി, ബാത്റൂമിലേക്ക് ഓടി, ജീവിതത്തിന്റെ തിരക്കിലേക്ക് ഓടി. അതിനു മുമ്പ് പടച്ചോനെ അൽഹംദുലില്ലാ എന്നത് ഒന്ന് സ്തുതിക്കാൻ, ഒരു തഹ്മീദ് നടത്താൻ നമുക്ക് സാധിക്കേണ്ടതില്ലായിരുന്നോ എന്ന് നമ്മൾ ആലോചിക്കുക. നമുക്കത് സാധിക്കണം, നമ്മളത് തുടരുകയും ചെയ്യേണ്ടതുണ്ട്. നല്ല നിലക്ക് കിടന്നവർ പലർക്കും എണീക്കാൻ പറ്റാത്ത സാഹചര്യത്തിന് നമ്മൾ തന്നെ സാക്ഷിയായിട്ടുണ്ട്. നല്ല കാഴ്ചയായി എല്ലാം കണ്ടു നടന്നവർ ചിലപ്പോ കാഴ്ച തന്നെ നഷ്ടപ്പെട്ടവരായി വൈകുന്നേരം കടന്നുപോയത് നമ്മൾ സാക്ഷിയായിട്ടുണ്ട്. വലിയ ആരോഗ്യത്തോടു കൂടി വ്യായാമത്തിന് പോയവർ അവരുടെ വ്യായാമം പൂർത്തിയാക്കാൻ കഴിയാതെ ജിമ്മുകളിലും നടന്നു പോകുന്ന വഴികളിലുമൊക്കെ കുഴഞ്ഞു വീണു പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ വരാമെന്ന് പറഞ്ഞവരുടെ മയ്യത്ത് വീട്ടിലേക്ക് വന്നതിനൊക്കെ നമ്മൾ പലപ്പോഴും സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. എല്ലാത്തിനും പലതവണ സാക്ഷികളായ ആളുകളാണ് നമ്മൾ. അതുകൊണ്ട് നമ്മൾക്ക് ഇപ്പോൾ കിട്ടിയ അവസ്ഥക്ക് അൽഹംദുലില്ലാ എന്ന് മനസ്സറിഞ്ഞ് പറയാൻ നമുക്ക് കഴിയണം എന്നതാണ്. നോക്കൂ, ദീർഘായുസ്സിനെ അല്ലെങ്കിൽ നല്ല ആരോഗ്യത്തെ, നല്ല ഒരു സുഖകരമായ ജീവിതത്തെ ആരാണ് ജീവിതത്തിൽ ആഗ്രഹിക്കാത്തത്? നമുക്കൊക്കെ ദീർഘായുസ് കിട്ടണമെന്ന് ആഗ്രഹമില്ല. എത്രയെത്ര ഹോസ്പിറ്റലുകളിൽ നമ്മൾ കയറിയിറങ്ങുന്നു. ഒരു നെഞ്ചുവേദന വരുമ്പോൾ, ഒരു പ്രത്യേകമായ എന്തെങ്കിലും ശ്വാസതടസ്സം വരുമ്പോൾ, നമ്മുടെ ഹാർട്ട് ബീറ്റ് ഒന്ന് കൂടുമ്പോൾ, നമ്മുടെ ബി പി കുറഞ്ഞോ കൂടി എന്നുള്ള ആശങ്ക ഉണ്ടാകുമ്പോൾ, നമ്മുടെ ഷുഗർ കുറഞ്ഞോ കൂടി എന്നുള്ള ആശങ്ക ഉണ്ടാകുമ്പോൾ ഒക്കെ നമ്മൾ വേഗം അത് കൺസൾട്ട് ചെയ്യുന്നു. എന്തുകൊണ്ടാണ്? ജീവിക്കാൻ നമുക്ക് പൂതിയുണ്ട്, നല്ലപോലെ ജീവിക്കാൻ നമുക്ക് ആഗ്രഹമുള്ളത് കൊണ്ടാണ്. ദീർഘായുസ് നമ്മൾ ആഗ്രഹിക്കുന്നു, നമ്മൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. നോക്കൂ, കിടപ്പിലായിട്ട് ഒരു ദീർഘായുസ് കിട്ടിയത് കൊണ്ട് എന്താണ് ഗുണം? കിടപ്പിലായ രൂപത്തിൽ ഒരു ദീർഘായുസ് നമ്മൾ ആരെയും ആഗ്രഹിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഒരു ഭാഗം തളർന്നു പോയിട്ട് ദീർഘായുസ് നമ്മൾ ആരെയും ആഗ്രഹിക്കുന്നുണ്ടോ? ഒന്നിനും പറ്റാത്ത ഒരു കോലത്തിൽ നമ്മളങ്ങനെ കിടന്നു പോകുന്ന ഒരു ദീർഘായുസ് നമ്മളെ ആഗ്രഹിക്കണ്ടോ? അങ്ങനെയുള്ള ദീർഘായുസ് ആർക്കാണ് വേണ്ടത്? നമ്മൾ ആരും അതിനെ ആഗ്രഹിക്കുന്നില്ലല്ലോ. ദീർഘായുസ് കിട്ടിയിട്ട് മറ്റൊരു കൂട്ടരുണ്ട്, ദീർഘായുസ് കിട്ടി, ശരീരത്തിനും മനസ്സിനൊക്കെ ആരോഗ്യമുണ്ട്, പക്ഷേ നന്മകളൊന്നും ചെയ്യാൻ കഴിയാതെ തിന്മകളിൽ ജീവിക്കുന്ന ചില മനുഷ്യരുണ്ട്. തിന്മകളിൽ ജീവിക്കുന്ന മനുഷ്യർ, അവർക്ക് നന്മയെപ്പറ്റി വിചാരങ്ങളേ ഇല്ല. അല്ലെങ്കിൽ തെറ്റിപ്പോയ തിന്മകൾ, തെറ്റുകുറ്റങ്ങൾ പരിഹരിക്കാൻ കഴിയുന്ന സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതിനുള്ള ആരോഗ്യമുണ്ട്, അതിനൊക്കെ ചെയ്യാൻ പറ്റുന്ന ആഫിയത്തുണ്ട്, നല്ല മാനസികമായ സുഖവും സൗഖ്യവും ഒക്കെ അന്ന് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും ചെയ്യാതെ ദീർഘായുസ് കിട്ടിയിട്ടും കഴിഞ്ഞു പോകുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള ദീർഘായുസ് കിട്ടിയിട്ടും എന്താണ് കാര്യം എന്ന് നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചില ഭാഗ്യവാന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. ആരാണ് ഭാഗ്യവാൻ? തൂലിൽ ഉംർ മഅ ഹുസ്നിൽ അമൽ എന്നാണ്. ദീർഘായുസ് കിട്ടി ഒരു മനുഷ്യന്, അതോടൊപ്പം തന്നെ ഹുസ്നുൽ അമൽ, നല്ല നല്ല കർമ്മങ്ങൾ ചെയ്യാൻ അയാൾക്ക് സാധിക്കുന്നു എന്നതാണ്. അയാളുടെ ഇബാദത്തുകൾ ശ്രദ്ധിക്കുന്നു, പള്ളിയിൽ വരുന്നു,
ദിക്റുകൾ ചൊല്ലുന്നു, അള്ളാഹുവിനെ എപ്പോഴും സ്മരിക്കുന്നു, നല്ല ദീനി സംരംഭങ്ങൾക്ക് പോകുന്നു, ദഅവ പ്രവർത്തനങ്ങൾക്ക് അയാൾ നേതൃത്വം കൊടുക്കുന്നു, ദീനി രംഗത്ത് പണം ചെലവഴിക്കുന്നു, ആളുകളെ സഹായിക്കുന്നു, ആളുകൾക്ക് സഹായം ചെയ്യുകയും പണം സഹായം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നു. ആളുകളുടെ വിഷമങ്ങളിൽ അയാളുണ്ട്, സന്തോഷങ്ങളിൽ അയാളുണ്ട്, മറ്റുള്ളവരുടെ സങ്കടങ്ങൾക്കൊപ്പം അയാളുണ്ട്. അങ്ങനെ നിരന്തരമായി ഹസ്നുൽ അമൽ, അമലോടുകൂടി ജീവിച്ച മനുഷ്യൻ, അയാൾക്ക് എത്ര ആയുസ് കിട്ടിയാലും അയാൾക്ക് പരലോകത്തേക്ക് ഹൈറാണത്. അങ്ങനെയുള്ള ജീവിതം നയിക്കുന്ന എത്രയോ മനുഷ്യർ നമുക്കിടയിലില്ലേ? നമ്മൾ അങ്ങനെയാണ് ആകേണ്ടത്. അങ്ങനെ ആകാനാണ് നമ്മളോട് പറഞ്ഞത്. ആ കിട്ടുന്ന ആയുസ്സിന് ഗുണമുണ്ട്. ഞാൻ സൂചിപ്പിച്ചത്, നമ്മൾ രാവിലെ ഉണർന്ന് എണീറ്റ് അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നത് അള്ളാഹു നമുക്ക് നൽകിയ മനസ്സിന്റെയും ശരീരത്തിന്റെയും ഒക്കെ സുഖവും സന്തോഷവും ആലോചിച്ചിട്ടാണ്. പക്ഷെ ആ തൂലുൽ ഉംർ, ദീർഘായുസ് നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ പ്രിയമുള്ളവരെ, എന്തിനാണ് നമ്മുടെ ആയുസ് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. നമ്മൾ ആലോചിക്കേണ്ടതാണ്. അൽഹംദുലില്ലാഹ് എന്ന് തഹ്മീദ് ഉച്ചരിച്ചുകൊണ്ട് ജീവിതത്തെ സ്വീകരിക്കാൻ നമുക്കാകണം. അള്ളാഹു നമുക്കതിനെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഇനി നേരം വെളുത്തു, മൈഷ്യത്തിന് വേണ്ടിയുള്ള നമ്മുടെ ഓട്ടം തുടങ്ങാണ്. നമ്മൾ വെറുതെ ഇരിക്കുന്നവരല്ല. വെറുതെ ഇരിക്കുന്നവർ വെറുതെ ആയി പോകുന്നതാണ്. വെറുതെ എങ്ങനെ ഇരുന്നാലേ വെറുതെ ആയി പോകുന്നുള്ളതാണ്. എത്രയോ ചെറുപ്പക്കാരുണ്ട്, നല്ല ആരോഗ്യമുണ്ട്, പക്ഷെ ജോലിക്കൊന്നും പോകുന്നില്ല. കുടുംബം പോറ്റാനുള്ള നിവൃത്തിയെ കുറിച്ച് ആലോചിക്കുന്നില്ല. നാളേക്കുള്ള ജീവിതത്തെ കെട്ടിപ്പടുക്കാൻ ഒന്നും ചെയ്യുന്നില്ല. അങ്ങനെ ജീവിക്കുന്ന ആളുകളുണ്ട്. ആരോഗ്യമില്ലേ? ആരോഗ്യമുണ്ട്. അതിനുള്ള ചുറ്റുപാടുകളില്ലേ? അതുണ്ട്. അന്വേഷിക്കുന്നില്ല, അതിനുവേണ്ടി തയ്യാറാകുന്നില്ല. എന്തിനാണ് ഈ ആയുസ്? എന്തിനാണ് അവന് ദീർഘായുസ്? എന്തിനാണ് അവന്റെ ആരോഗ്യം? നമ്മൾ ആലോചിക്കണം. നമ്മൾ അധ്വാനിക്കാൻ പറഞ്ഞു. ഇബാദത്തുകളിലേക്ക് നിങ്ങൾ വന്നാലും നിങ്ങൾ വീണ്ടും ജീവിതത്തെക്കുറിച്ച് അന്വേഷിക്കുകയും അതിന്റെ വിഭവങ്ങൾ ശേഖരിക്കാൻ വേണ്ടി നിങ്ങൾ പുറപ്പെടുക എന്നത് ദീനിന്റെ പ്രധാനപ്പെട്ട ഒരു കൽപ്പനയാണ്. അധ്വാനിക്കുക എന്നുള്ളത്. നമ്മൾ നല്ല നീയത്തോടുകൂടി പ്രാർത്ഥനയോടുകൂടിയാണ് അധ്വാനിക്കാൻ ഇറങ്ങി പുറപ്പെടുന്നത് എങ്കിൽ ആ അധ്വാനത്തിന് പ്രതിഫലമുണ്ട് എന്നാണ്. നമ്മുടെ മക്കളെ പോറ്റാൻ, ഭാര്യയെ പോറ്റാൻ, നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയൊക്കെയുള്ള വിഭവങ്ങൾ സമാഹരിക്കാനാണ് പോകുന്നത്. അത് ഇഖ്ലാസോടും നീയത്തോടും ഹലാലായതുമാണ് എങ്കിൽ അതിന് പ്രതിഫലമുണ്ട് എന്നാണ്. പരലോകത്ത് അതൊക്കെ വലിയ പ്രതിഫലമായി നമുക്ക് തിരിച്ചു കിട്ടുമെന്നാണ്. ആ നിലക്ക് നമ്മളൊന്ന് ഒരുങ്ങേണ്ടതുണ്ട്. ജീവിതത്തിന്റെ തിരക്കുകളിലേക്ക് നമ്മൾ വീണു പോകും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? തെറ്റുകളുടെ ഒരുപാട് ചുറ്റുപാടുകൾക്കിടയിലൂടെയാണ് നമ്മൾ നടന്നു പോകുന്നത്. നമ്മുടെ ഓട്ടവും സഹവാസവും ഒക്കെ അങ്ങനെയാണ്. നമുക്ക് വേണ്ടി മാത്രമായി ഒരു ചുറ്റുപാട് ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. തെറ്റുകൾക്കിടയിലൂടെ നമുക്ക് പോകേണ്ടി വരും. തെറ്റ് ചെയ്യുന്നവർക്കിടയിലൂടെ നമുക്ക് പോകേണ്ടി വരും. തെറ്റുകളിലേക്ക് നമ്മൾ വിളിക്കുന്നവർക്ക് മുമ്പിലൂടെ നമുക്ക് കടന്നു പോകേണ്ടി വരും. തെറ്റുകൾ നമ്മുടെ തൊട്ടപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ നിൽക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ ഈമാനുമായി നമുക്ക് മുന്നോട്ട് പോകേണ്ടി വരും. അത്തരം സാഹചര്യങ്ങളിൽ ഒരു തൗബയുടെ മനസ്സ് പ്രിയപ്പെട്ടവരെ നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. ഹറാമിലേക്ക് പോകാതിരിക്കാനുള്ള ഒരു ജാഗ്രതയുടെ മനസ്സ് നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. നമ്മുടെ കണ്ണുകൾ തെറ്റിപ്പോകും, നമ്മുടെ നാവ് വഴുകിപ്പോകും, നമ്മുടെ കൈകാലുകൾ തിന്മകൾക്ക് വേണ്ടി മോഹിക്കുന്ന സമയമുണ്ടാവും. മനസ്സതിലേക്ക് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. അതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ മനുഷ്യരുടെ സൃഷ്ടിപ്പിന്റെ പ്രത്യേകതയാണ്. അവിടെ എങ്ങനെ നമ്മൾ നിയന്ത്രിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അത് രണ്ടാമതായി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഖുർആൻ നമ്മളോട് ഓർമ്മിപ്പിച്ചു, ഖുൽ, നബിയെ പറഞ്ഞു കൊടുക്കുക, ഖുൽ, നബിയെ പറയുക, ഇന്നമാ ഹറമ റബ്ബി അൽ ഫവാഹിഷ മാ ളഹറ മിൻഹാ വമാ ബത്തൻ. അല്ലാഹു ഹറാമാക്കിയിരിക്കുന്ന ചില കാര്യങ്ങൾ, നിഷിദ്ധമാക്കിയിരിക്കുന്ന കാര്യങ്ങൾ, അൽ ഫവാഹിഷ മാ ളഹറ മിൻഹാ വമാ ബത്തൻ, രഹസ്യമായും പരസ്യമായുമുള്ള മ്ലേച്ഛമായ കാര്യങ്ങൾ, വൃത്തികേടുകൾ, തോന്നിവാസങ്ങൾ, തെണ്ടിത്തരങ്ങൾ എന്നൊക്കെ പറയുന്ന നമ്മുടെ നാട്ടിൽ നമ്മൾ അറപ്പും വെറുപ്പോടും കൂടി കാണുന്ന കുറെ കാര്യങ്ങളുണ്ട്. ചില ആളുകൾ പരസ്യമായി ചെയ്യും. പരസ്യമായി ചെയ്യാൻ ഭയമുള്ളവർ, മാനക്കേട് ഭയക്കുന്നവർ അതൊക്കെ അവന്റെ സ്വകാര്യതയിൽ വെച്ച് ചെയ്യും. ആരും അറിയാതെ ചെയ്യും. കണ്ടുകൊണ്ട് കാണാൻ പറ്റാത്ത കാര്യങ്ങൾ, വൃത്തികേടുകൾ ആളുകൾ സ്വകാര്യമായി ചെയ്യും. പരസ്യമായി ചെയ്യാൻ പറ്റാത്ത സ്വകാര്യമായി ചെയ്യും. ആളുകൾക്കിടയിലൊക്കെ വലിയ മാന്യന്മാരായിരിക്കും. പക്ഷേ അള്ളാഹുവിനെ സംബന്ധിച്ച് നമ്മൾ എന്താണ് മനസ്സിലാക്കിയിട്ടുള്ളത്? എന്നൊക്കെ ലബിൽ മിർസാദ്, അള്ളാഹ് എല്ലാം കൃത്യമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരെ പറ്റിക്കുക? നമ്മൾ ആരെയാണ് പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഖുർആൻ പറഞ്ഞു, രഹസ്യവും പരസ്യവുമായ മ്ലേച്ഛമായ കാര്യങ്ങളെ അള്ളാഹു നിങ്ങൾക്ക് നിഷിദ്ധമാക്കിയിരിക്കുന്നു. ജീവിതത്തിന്റെ തിരക്കുകളിലേക്ക് പോകുമ്പോൾ ഇതിങ്ങനെ നമ്മളിലേക്ക് ഇങ്ങനെ കടന്നു വരാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവും. നമ്മളെ മാടി വിളിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവും. പക്ഷേ തൗബയോടുകൂടി ഒരു ജാഗ്രതയുടെ മനസ്സ് നമുക്ക് ഉണ്ടാകേണ്ടത് വളരെ പ്രധാനമാണ്. മറ്റൊന്ന് ഖുർആൻ പറഞ്ഞു, വല്ലിസ്മ വൽ ബഗിയ ബിഗൈരിൽ ഹഖ്. വല്ലിസ്മ, തെറ്റുകുറ്റങ്ങൾ ഇങ്ങനെ ചെറുതും വലുതായിട്ട് നമ്മുടെ ഇടയ്ക്ക് വരും. തെറ്റുകുറ്റങ്ങൾ, ഹറാമുകൾ വരും. അപ്പോൾ ജാഗ്രത വേണം. വൽ ബഗിയ ബിഗൈരിൽ ഹഖ്, ന്യായമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പാടില്ല. അതിക്രമങ്ങൾ, അന്യായങ്ങൾ,
നമ്മൾ ചെയ്യാൻ പാടില്ല. അതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഓട്ടപ്പാച്ചിലുകൾക്കിടയിൽ നമ്മളുടെ ഇടയിലേക്ക് കടന്നു വരും. ശ്രദ്ധിക്കണമെന്ന് ഖുർആൻ ഓർമ്മിപ്പിക്കുകയാണ്. വാൻ തുശ്രികൂ ബില്ലാഹി മാ ലം യുനസ്സിൽ ബിഹി സുൽത്താന. അതുപോലെ തന്നെ ഏറ്റവും മഹാപാപം, തെറ്റുകളുടെ കൂട്ടത്തിൽ അള്ളാഹുവിന് ഏറ്റവും വെറുക്കപ്പെട്ട പാപം അള്ളാഹുവിന് പങ്കുകാരുണ്ടാക്കുക എന്നതാണ്. ശിർക്കാണ്, തൗഹീദിന് വിരുദ്ധമായ കാര്യങ്ങളാണ്. അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടിയുള്ള ദുആകളും പ്രാർത്ഥനകളും നേർച്ചകളും വഴിപാടുകളും ഒക്കെയാണ്. അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി യാതൊരു തെളിവുമില്ലാതെ ഇത്തരം ശിർക്കുകൾ നിങ്ങൾ ചെയ്യുന്നതിന് നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് ഖുർആൻ ഓർമ്മിപ്പിക്കുകയാണ്. വാൻ തഖൂലു അലല്ലാഹി മാ ലാ തഅലമൂൻ. നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ അള്ളാഹുവിന്റെ പേരിൽ കെട്ടിവെക്കുന്നതും അത് നിങ്ങൾക്ക് നിഷിദ്ധമാക്കിയിരിക്കുന്നു എന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പൊ നമ്മൾ തിരക്കുകളിലേക്ക് പോകുമ്പോൾ അറിവില്ലായ്മ കൊണ്ട്, അവിവേകങ്ങൾ കൊണ്ട്, അജ്ഞത കൊണ്ട് നമ്മുടെ ചില രസങ്ങൾക്കൊക്കെ വേണ്ടി ഹറാമുകൾ ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്നതിനെ നമ്മൾ ശ്രദ്ധിക്കണേ എന്ന് ഖുർആൻ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. ഖുർആൻ പറഞ്ഞു, തൂബൂ ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂൻ ലഅല്ലക്കും തുഫ്ലിഹൂൻ. മുഅ്മിനീങ്ങളെ, നിങ്ങൾക്ക് വിജയിക്കണ്ടേ, അല്ലാഹുവിന്റെ അടുക്കൽ നിങ്ങൾക്ക് വിജയിക്കണ്ടേ, നിങ്ങൾ തൗബ ചെയ്യുക എന്ന് പറയുന്നുണ്ട്. തൗബയുടെ ഒരു മനസ്സ് നമുക്കുണ്ടാകണം എന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, തൂബൂ ഇലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങൂ. ഫഇന്നി അതൂബു ഫിൽ യൗമി ഇലൈഹി മിഅത മറ. ഞാൻ തന്നെ ഒരു ദിവസം അസ്തഗ്ഫിറുല്ലാഹ് എന്ന് 100 തവണയെങ്കിലും പറയുന്നുണ്ട്. അല്ലാഹു എനിക്ക് പുറത്തു തരണേ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 100 തവണയെങ്കിലും പറയുന്നുണ്ട് എങ്കിൽ നമ്മളൊക്കെ നോക്കൂ പ്രിയപ്പെട്ടവരെ, എത്രമാത്രം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ നാവുകളിൽ ഹംദും അതുപോലെ തന്നെ ഇസ്തിഗ്ഫാറും ഒക്കെ എത്ര തവണ നനഞ്ഞു പോകേണ്ടതുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മൾക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിച്ച് നോക്കൂ. രണ്ടാമത്തെ കാര്യം അതാണ്. ജീവിതത്തിന്റെ തിരക്കുകളിലേക്ക് പോകുമ്പോൾ തെറ്റുകുറ്റങ്ങൾ വരാതിരിക്കാനുള്ള ഇസ്തിഗ്ഫാറിനെ കുറിച്ചുള്ള ഒരു വിചാരം പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടാകുക എന്നുള്ളതാണ്. മൂന്നാമതായി ഓർമ്മിപ്പിക്കാനുള്ളത്, ആർത്തി പിടിച്ച ഒരു ജീവിതത്തിലേക്ക് നമ്മൾ പോകാതിരിക്കുക എന്നുള്ളതാണ്. ദുനിയാവ് അങ്ങനെയാണ്, നമ്മളെ ആർത്തിയുള്ളവരാക്കി മാറ്റും. അമിതമായ കൊതി നമുക്ക് തരും, അല്ലെ? അമിതാർത്തിയും അമിത കൊതിയും ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് തരും. അത്യാഗ്രഹങ്ങൾ മനുഷ്യന് സമ്മാനിക്കും. അങ്ങനെ എങ്ങനെയാണ് അത് സംഭവിക്കുക? ആർക്കാണത് പിടികൂടുക? ഖുർആൻ പറഞ്ഞിരുന്നത്, വിശ്വാസം ശരിപ്പെടാത്ത മനുഷ്യര് ഈ ദുനിയാവിന്റെ ഇത്തരത്തിലുള്ള ആർത്തികളിലൊക്കെ പെട്ടുപോകുന്നുള്ള. അമിതമായ കൊതിക്ക് വേണ്ടി അന്യായങ്ങൾ ചെയ്യുക, അമിതമായ ആർത്തിയോടുകൂടി പലതും വെട്ടിപ്പിടിക്കുക, അമിതമായി സമ്പാദിക്കാൻ വേണ്ടി ഹറാമുകൾ ചെയ്യുക, ഹക്കും ബാത്തിലൊന്നും നോക്കാതിരിക്കുക. അതാരാണ് ചെയ്യുക? ഈമാൻ ശരിപ്പെടാത്ത മനുഷ്യരാണ്. അവർക്ക് ദുനിയാവിനെ പറ്റി മാത്രം വിചാരം ഉണ്ടാവും, പരലോകത്തെ പറ്റി വലിയ ബോധമൊന്നും ഉണ്ടാവും. ആളുകളെ കാണിക്കാനൊക്കെ അവരുണ്ടാവും, പക്ഷേ യഥാർത്ഥത്തിൽ ഉള്ളിൽ അത് ഉണ്ടാവില്ല എന്നുള്ളത് ഖുർആൻ പറയാണ്. ജീവിതം എന്തിനാണ്? ഈ ദുനിയാവിന്റെ ലക്ഷ്യം എന്താണ്? ഇത് കഴിഞ്ഞാൽ എങ്ങോട്ടാണ്? അവിടെ എന്തൊക്കെ നേരിടാനുള്ളത് എന്നതിനെ പറ്റിയൊന്നും വലിയ ഗൗരവത്തിൽ ആലോചിക്കാത്ത ചില മനുഷ്യർ, ഈമാൻ ഉറക്കാത്തവർ, ഖുർആൻ പറഞ്ഞു നബിയോട്, നബിയെ ദർഹും, അവരെ നീ വിട്ടേക്കുക, അവരങ്ങനെ തിന്നും കുടിച്ചും അങ്ങനെ അടിച്ചു പൊളിച്ച് അങ്ങനെ ജീവിക്കാണ്. അങ്ങനെ വിട്ടേക്കുക അവരെ. അവർക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണ ഒന്നുമില്ല. വയുൽഹിഹിമുൽ അമൽ, അതിമോഹം കാരണം അവരങ്ങനെ അശ്രദ്ധയിൽ പെട്ടുപോവുകയാണ്. ദുനിയാവിനോടുള്ള ഒരു വല്ലാത്ത ഒരു കൊതിയും പൂതിയും അമിതമായ ആർത്തിയും കാരണം അവരങ്ങനെ അശ്രദ്ധയിൽ പെട്ടുപോവാണ്. ഫസൗഫ യഅലമൂൻ, അവർ വഴിയെ വിവരറിയുമെന്ന് ഖുർആൻ നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. സൂറത്ത് ഹിജ്റിന്റെ ആദ്യ ഭാഗത്തിൽ അല്ലാഹു തആല നമ്മൾ ഇത് ഓർമ്മിപ്പിക്കുകയാണ്. ഈറ്റയും കുടിയും മാത്രം തെരഞ്ഞു പോണ മനുഷ്യന്മാരുണ്ട്. തിന്നാ കുടിക്കുക എന്നുള്ളതിനപ്പുറത്ത് വേറെ ഒരു ലോകം അവർക്കില്ല. പുതിയ പുതിയ വെറൈറ്റികളെ കുറിച്ചാണ് അവർ ആലോചിക്കുന്നത്. ഇന്ന് തിന്നത് നാളെ ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു ശ്രദ്ധയിലാണ് അവരുള്ളത്. ഇന്ന് എന്ത് വെറൈറ്റി കഴിക്കുന്നുള്ളതാണ്, എന്ത് പുതിയ വിഭവം കഴിക്കുന്നുള്ള, അതിന് എത്ര ദൂരം പോകാൻ റെഡിയാണ്, എത്ര പണവും ചെലവഴിക്കാൻ റെഡിയാണ്. അങ്ങനെ ഒരു മനസ്സ്. അതേപോലെ തന്നെ ഇവിടെ മറ്റു കാര്യങ്ങൾക്ക് സമയം കണ്ടെത്തണ്ടേ? ദീനിന്റെ കാര്യങ്ങളുണ്ട്, ദുനിയാവിന്റെ, കുടുംബത്തിന്റെ, സമൂഹത്തിന്റെ, സമുദായത്തിന്റെ ഒക്കെ കാര്യങ്ങളില്ലേ? അവന് ഉത്തരവാദിത്തങ്ങളില്ലേ? അത് ചെയ്യണ്ടേ? പണം എന്തിനൊക്കെ ആവശ്യമുണ്ട്. എത്ര പട്ടിണി കിടക്കുന്ന മനുഷ്യരുണ്ട്, വേദനിക്കുന്നവരുണ്ട്, സങ്കടപ്പെടുന്നവരുണ്ട്, മരുന്ന് വാങ്ങാൻ കഴിയാത്തവരുണ്ട്, ഒരാഗ്രഹം സാധിക്കാൻ വേണ്ടി എത്രയോ കാലങ്ങളായി കാത്തു കെട്ടിക്കിടക്കുന്ന മനുഷ്യരുണ്ട്. അവർക്കൊക്കെ നീക്കി വെക്കേണ്ട വിഭവങ്ങളെ നമ്മൾ മാത്രം തന്നെ തിന്നും കുടിച്ചു തീർക്കാനുള്ളതാണോ? നമ്മൾ ആലോചിക്കേണ്ടതില്ലേ? ആലോചിക്കേണ്ടതുണ്ട്. വെറും ആനന്ദവും ചിരിയും കളിയും മാത്രം, എല്ലാം ഒരു വൈബ് തീർക്കാൻ വേണ്ടി മാത്രമുള്ള പുതിയ ജനറേഷനൊക്കെ എല്ലാം ഒരു വൈബാകണം എന്നുള്ളത്. വൈബിനെ കുറിച്ചാണ് അവർ ചിന്തിക്കുന്നത്. എന്ത് ചെയ്യുകയാണെങ്കിലും അവർക്കൊരു വൈബ് ഫീലുമാണ്.
എല്ലാം അങ്ങനെ ആയിപ്പോവുക. ദുനിയാവിന് വേണ്ടി മാത്രമേ ആയിപ്പോയാൽ എന്താ ബാക്കി ഉണ്ടാകുക? മനസ്സാഗ്രഹിക്കുന്നതൊക്കെ ചെയ്യുക, ശരീരം ആഗ്രഹിക്കുന്നതൊക്കെ ചെയ്യുക. അതിലെ ഹക്കും ബാത്തിലുമില്ല, ഹറാമില്ല, ഹലാലില്ല. എന്തിനാണ് നമ്മൾ അങ്ങനെ ആലോചിക്കേണ്ടതുണ്ട്? പ്രിയപ്പെട്ടവരെ, നമ്മൾ ദീനിന് ഒന്നും സമയം കൊടുക്കാതെ, അവനവന്റെ ഇബാദത്തിനും അതുപോലെ തന്നെ അമൽ സ്വാലിഹാത്തിനും ഒന്നും സമയം കണ്ടെത്താതെ ഇങ്ങനെ മാത്രം തിന്നും കുടിച്ചും കൊതിയും തീരാൻ വേണ്ടിയിട്ട് ഓടുന്ന മനുഷ്യന്മാരുണ്ടാവും. അതിൽ മുഅ്മിനീങ്ങളെ പെട്ടുപോകരുത് എന്ന് ഖുർആൻ ഓർമ്മിപ്പിക്കുകയാണ്. പിശാച് ഇടപെടുന്ന ഒരു മേഖല അവിടെയാണ്. പിശാച് എന്താ ചെയ്യുക? അശ്ശൈത്വാനു സവ്വല ലഹും വ അംലാ ലഹും. ശൈത്താൻ അതിങ്ങനെ നമുക്ക് ഇങ്ങനെ ഭംഗിയാക്കി തരും, നല്ല ഹരണ്ടാക്കി തരും, നല്ല രസാണെന്ന് പറയും. നല്ല നമ്മളിടുന്ന റീൽസിനൊക്കെ നല്ല റീച്ചൊക്കെ ഉണ്ടാവും. കുറെ ആൾക്കാർ നല്ല കമന്റ് ഒക്കെ ഇടും, ഭയങ്കര വൈബാണെന്നൊക്കെ പറയും, ഭയങ്കര സംഭവമാണെന്നൊക്കെ തോന്നിപ്പിക്കും നമ്മളെ. ആ രീതിയിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും. അങ്ങനെ ഇങ്ങനെ വ്യാമോഹങ്ങൾ ഇങ്ങനെ കൈമേ ഇങ്ങനെ അയച്ചിട്ട് ഇങ്ങനെ പിശാച് തരും നമുക്ക്. അങ്ങനെ നമ്മൾ അങ്ങനെ പോയി പോകും. അങ്ങനെ പിശാചിന്റെ കെണിയിൽ വീണാൽ എല്ലാം വസ്വാസായി പോകും. ഒന്നിലൊരു യഖീൻ ഉണ്ടാവില്ല, ഒന്നിലും ദീനിന്റെ കാര്യത്തിലൊന്നും നമുക്കൊരു തൃപ്തി ഉണ്ടാവില്ല, പരലോകത്തിന്റെ കാര്യത്തിലൊന്നും ഒരു സംതൃപ്തി കിട്ടില്ല. ദുനിയാവിന്റെ രസങ്ങൾ ഓരോ സെക്കൻഡിൽ ഇങ്ങനെ നമ്മൾ സ്റ്റാറ്റസ് മാറ്റണ പോലെ ഇങ്ങനെ സെക്കൻഡുകൾ ഇങ്ങനെ വെറൈറ്റി ഇങ്ങനെ ആളുകളെ ബോധിപ്പിക്കുക, ആളുകളെ കാണിക്കുക, അതിലൂടെ ഒരു ആത്മസംതൃപ്തി കിട്ടാൻ വേണ്ടി ഇങ്ങനെ ശ്രമിക്കുക. അങ്ങനെ ജീവിതം ഇങ്ങനെ കടന്നു പോകും. ഈ വസ്വാസം മുടിക്കി കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ വിഷയങ്ങളിൽ നമുക്ക് മടി വരുന്ന സാഹചര്യം ഉണ്ടാവും. തൗബയുടെ ഒരു മനസ്സ് നമുക്ക് നഷ്ടാവും. ദുനിയാവിനോടുള്ള ഒരു ഹുബ്ബ് നമുക്ക് കൂടും. നമ്മുടെ മനസ്സ് പതുക്കെ കടുത്തു പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും എന്നതാണ്. അതുകൊണ്ട് നമ്മൾ നന്നായി അള്ളാഹുവിനോട് ദുആ ചെയ്യണം. പടച്ചോനെ, ഇത്തരത്തിലുള്ള കെണികളിൽ നിന്ന് എന്നെ നീ കാത്തു രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കണം. എണീക്കുമ്പോൾ ഹംദ് ചൊല്ലാൻ മറക്കാതിരിക്കണം. ജീവിതത്തിന്റെ തിരക്കുകളിലേക്ക് പോകുമ്പോൾ തെറ്റുകൾ വരാതിരിക്കാനുള്ള ശ്രദ്ധ ഉണ്ടാകുക. ഇസ്തിഗ്ഫാർ നമ്മൾ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക. ഒരുതരം ആർത്തി പിടിച്ച ജീവിതം നമ്മളങ്ങനെ പിശാച് പ്രേരിപ്പിക്കുമ്പോൾ കൺട്രോൾ ചെയ്യാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയണം. റസൂലുള്ളാഹി പറയുന്നുണ്ട്, ആരാണ് ബുദ്ധിയുള്ളവൻ? അയ്യുൽ മുഅ്മിനീന അഖിയസ്, ആരാണ് നല്ല ബുദ്ധിമാന്മാർ? ഖാല അക്സറുഹും ലിൽ മൗതി ദിക്റാ, മരിച്ചു പോകണല്ലോ എന്ന് ആലോചിക്കുന്ന മനുഷ്യരാണ്. പടച്ചോനെ, മരിക്കണല്ലോ എന്ന് ആലോചിച്ച് അതെപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുന്ന മനുഷ്യരാണ് ബുദ്ധിമാന്മാർ. എന്താണ് അവരുടെ പ്രത്യേകത? വഅഹ്സനുഹും ലിമാ ബഅദഹു ഇസ്തിഅദാദ, അവരിങ്ങനെ അതിനുവേണ്ടി ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നതാണ്. മരിച്ചു പോകണല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ജീവിതം ഇങ്ങനെ ഓരോന്ന് ഘട്ടമായിട്ട് അവരിങ്ങനെ ഓരോ ഭാഗങ്ങൾ ഇങ്ങനെ നന്നാക്കി ശരിപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഉലായിക്കൽ അഖിയാസ്, അവരാണ് ബുദ്ധിമാന്മാർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രാർത്ഥന എന്തായിരിക്കണം? റബ്ബനാ ആതിനാ ഫിദ്ദുന്യാ ഹസന, അല്ലാഹുവേ ദുനിയാവിൽ നീ ഹസനത്ത് തരണേ. നിർത്താനായില്ല അല്ലേ? വഫിൽ ആഖിറതി ഹസനതൻ, പടച്ചോനെ പരലോകത്തും നീ ഹസനാത്തുകൾ നൽകണേ. വഖിനാ അദാബന്നാർ, ഒരിക്കലും നരകത്തിന്റെ ശിക്ഷയെ നീ ഞങ്ങൾ അനുഭവിപ്പിക്കല്ലേ, അതിൽ നിന്ന് നീ രക്ഷപ്പെടുത്തണേ എന്ന് മുഅ്മിനീങ്ങളായ നമ്മളെപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഖുർആൻ ഈ ആയത്ത് പറയുന്നതിന്റെ തൊട്ട് മുമ്പിൽ മനുഷ്യരുടെ ചില പ്രാർത്ഥനകൾ പരിചയപ്പെടുത്തുന്നുണ്ട്. ഫമിനന്നാസി, മനുഷ്യരുടെ കൂട്ടത്തിൽ ചില ആളുകളുണ്ട്, മയ്യഖൂലു റബ്ബനാ ആതിനാ ഫിദ്ദുന്യാ വമാ ലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ്, പടച്ചോനെ ദുനിയാവ് കിട്ടണേ, ദുനിയാവിൽ അത് ശരിയാക്കണേ, ദുനിയാവിൽ ഇത് ശരിയാക്കണേ എന്ന് മാത്രം ആഗ്രഹിച്ച് ജീവിക്കണ മനുഷ്യന്മാരുണ്ട്. ഖുർആൻ പറയാണ്, വമാ ലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ്, അവന് ദുനിയാവ് മാത്രമേ ഉണ്ടാവുള്ളൂ, ആഖിറത്തിൽ ഒരു തരിമ്പും ഉണ്ടാവില്ല. ഉലൈക ലഹും നസീബും മിമ്മാ കസബു വല്ലാഹു സരീഉൽ ഹിസാബ്, അവർക്ക് അവരെന്താണോ പ്രവർത്തിച്ച് അതിന്റെ നസീബ് ഉണ്ടാവും, അതിന്റെ വിഹിതം അല്ലാഹു കൊടുക്കും. എല്ലാത്തൊന്നും അവർക്ക് ഉണ്ടാവില്ല എന്നുള്ളതാണ്. അള്ളാഹ് നാളെ പരലോകത്ത് വളരെ പെട്ടെന്ന് വിചാരണ ചെയ്തു തീർക്കുമെന്ന് ഖുർആൻ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഓരോ ദിവസം സന്തോഷകരമാവാനും നമുക്കൊരു ആനന്ദവും ഈമാനിന്റെ ഒരു ഹുൽവത്തൊക്കെ കിട്ടാൻ നമ്മൾ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് എണീക്കുക. ജീവിതത്തിന്റെ തിരക്കുകളിൽ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക. ഈ ദുനിയാവിന്റെ കെണികളിലും ശൈത്താന്റെ കെണികളിലും അതുപോലെ തന്നെ കൊതികളിലൊക്കെ നമ്മൾ വീണുപോകാതിരിക്കുക. അതിനുവേണ്ടി നമ്മൾ നന്നായി പ്രാർത്ഥിക്കുക. അള്ളാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ.